ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ജനറൽ റീഡിംഗ് ഇന്നെടുക്കുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് വളരെ സർപ്രൈസ് ആയിട്ട്, അതായത് നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന ഒരു കാര്യം എന്തായിരിക്കും നോക്കാം നമുക്ക്. ഓക്കെ, യൂണിവേഴ്സ്, അതായത് നിങ്ങൾ പലതും പ്രാർത്ഥിക്കുന്നുണ്ടാവും, പലതും അങ്ങനത്തെ നിങ്ങളുടെ വിഷ് എന്ന രീതിക്കല്ല, യൂണിവേഴ്സ് നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാതെ നിങ്ങൾ നിൽക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു നല്ലൊരു കാര്യം കാണിച്ചു തരുന്നത് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ അത് എപ്പോൾ നടക്കും എന്നതും ഞാൻ ഒന്ന് എടുക്കുന്നുണ്ട്. പക്ഷെ അതിൽ കുറച്ച് ലോങ് ടൈംസ് ആണ്. നോക്കാം, എന്നാലും നമുക്ക് എന്താ വരുന്നത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ എന്തായാലും ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിലായിരിക്കും ഡെഫിനറ്റ്ലി. സോ ഈ ഒരു കുറച്ച് മാസത്തിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എന്ന് പറയാം. ലെറ്റ്സ് സീ, നമുക്കൊരു വിധം ഒരു ഐഡിയ നോക്കാം എപ്പോഴേക്കും ആയിരിക്കും യൂണിവേഴ്സ് നിങ്ങൾക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ എന്താണ് കൊണ്ടുവരാൻ പോകുന്നത്. നൈറ്റ് ഓഫ് കപ്സ് ആണ്. വെരി ഗുഡ്. ഓക്കെ, നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓക്കെ, ഇതിന് ഞാൻ കൂടുതൽ കാർഡ്സ് എടുക്കാൻ പാടില്ല, ബിക്കോസ് ഞാൻ ഒരു കാര്യം നമുക്ക് കിട്ടാൻ പോലെയാണ് ഞാൻ നോക്കുന്നത്. ഇതിൻ്റെ അപ്പുറം പുറമൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഇതിൽ ആദ്യം തന്നെ കാണുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, ഞാൻ ജനറൽ റീഡിംഗ് ആണ് എടുക്കുന്നത്. സോ ബട്ട് ഓക്കെ, എന്നാലും ഞാൻ രണ്ട് തരത്തിലും പറയാൻ ശ്രമിക്കാം. പക്ഷെ ഇവിടെ ഫോക്കസ് മെയിൻ വന്നിട്ടുള്ളത് ഒരു സോൾമേറ്റ് കാർഡാണ്. ഓക്കെ, 2 ഓഫ് കപ്സിൻ്റെ കാർഡാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു സോൾമേറ്റ് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്ന രീതിയിലാണ്. ഉള്ള റിലേഷൻഷിപ്സ് ആണെങ്കിലും ശരി, ഓൾറെഡി എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അതതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ പോകും. ഓക്കെ, നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു പരിചയപ്പെട്ടിട്ട് അധികമായിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടി ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി മെച്യൂറായി, കുറച്ചുകൂടി നിങ്ങളൊരു അടുപ്പം ഡെവലപ്പ് ചെയ്യും എന്ന രീതിയിൽ പറയാം. അല്ലാത്ത എന്താ പറയുക, കുറേ ആയി നിങ്ങൾ പരിചയമുണ്ട്, നിങ്ങൾ സിംഗിൾസ് ആണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാരേജ് വരെ എത്താനുള്ള ചാൻസസ് ഉണ്ട്. മാരീഡ് നിങ്ങളിപ്പോൾ സപ്പോസ് നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ച്, വൈഫിനെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പ്രഗ്നൻസി അങ്ങനത്തെ കാര്യങ്ങൾ ആൻഡ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് വളരെ നല്ലൊരു ഹസ്ബൻഡോ വൈഫോ ആയിട്ട് നിങ്ങൾ വളരെയധികം ഒരു ക്ലോസ് ബോണ്ടിങ് വരുന്നതായിട്ടും പറയാം. ഓക്കെ, മേ ബി ഒരു സമയത്തിൻ്റെ ചേഞ്ചാണ് ഇതെനിക്ക് കാണുന്നത്. ഓക്കെ, വേറെ ആരും പറയാൻ വിട്ടത് ഞാൻ. ഓക്കെ, നിങ്ങളിപ്പോൾ ലൈക്ക് ഒരാൾ മാരീഡ്, നിങ്ങൾ വേറെ, നിങ്ങൾ രണ്ടുപേരും മാരീഡാണ്, പക്ഷേ നിങ്ങൾ ആരെങ്കിലും ലൈക്ക് ഇഷ്ടപ്പെടുന്നു എന്ന രീതിയിൽ അങ്ങനത്തെ എക്സ്ട്രാ മാരിറ്റൽ വല്ലവരും ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പേഴ്സൺ ആരായാലും ശരി, ആ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണ്. ആൻഡ് നിങ്ങൾ തമ്മിലും ഒരു നല്ലൊരു ബോണ്ടിങ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു വളരെ അറ്റാച്ച്മെൻറ്റും നല്ലൊരു ശരിക്കും സോൾമേറ്റ് കാർഡാണ്. ആൻഡ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ട് സ്നേഹത്തോടെ ബിഹേവ് ചെയ്യുന്ന തരത്തിൽ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ആൻഡ് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഗ്രോത്ത് എന്ന രീതിയിൽ എടുക്കാം. അത് ഏത് രീതിയിലാണോ നിങ്ങൾ അങ്ങനെ എടുക്കാം. നിങ്ങൾ തമ്മിൽ അറ്റ്ലീസ്റ്റ് അവർ കമ്മിറ്റ്മെൻറ്റ് തരാൻ തയ്യാറാവും, അല്ലെങ്കിൽ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കും. ഓക്കെ, അത്രത്തോളം സ്നേഹത്തോടെ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് പ്രപ്പോസൽ എന്ന മീൻസ് മാരേജ് പോസിബിൾ ഉള്ളവർക്ക് മാരേജ്, അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് ഒരു വളരെ ഡീപ്പ് സ്ട്രോങ് ബോണ്ട് ഇവിടെ ഡെവലപ്പ് ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇത് ആദ്യം തന്നെ ബിക്കോസ് അത്രയും ഇത് കപ്സും ഇമോഷൻസും റിലേറ്റഡ് ആണ്, അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ നമുക്ക് വേറെ തരത്തിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സപ്പോസ് നിങ്ങൾ റിലേഷനും കാര്യമൊന്നും നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫർ വരുന്നത് ഒരു ജോലിയുടെ ആയിരിക്കാം. ഓക്കെ, ജോലി കരിയറിന് നിങ്ങൾക്കൊരു പുതിയൊരു ഓഫർ വരാം. എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ വല്ലതും നിങ്ങൾക്കൊരു പാർട്ട്ണർഷിപ്പിൽ മേ ബി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടുണ്ട്. അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, പുതിയൊരു ഫ്രണ്ട് വരുന്നതായിട്ട് പറയാം. ഒരു നല്ലൊരു പുതിയതെന്നല്ല, അല്ലെങ്കിൽ ഉള്ള ഫ്രണ്ട്സ് തന്നെ ആരെങ്കിലും നിങ്ങൾ ഒന്നിച്ച് ചേർന്ന് ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യാം. നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് പറയാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ജോലിയോ കരിയറോ ഓഫർ വന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ അതിലും ഐ തിങ്ക് ഒരു ഫ്രണ്ടോ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും എന്ന രീതിക്ക് നമുക്ക് പറയാം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ പ്രൊമോഷൻ ഗ്രോത്ത് എന്ന രീതിക്ക് ഞാൻ എടുക്കാം. നമ്മളിപ്പോൾ കരിയറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രൊമോഷൻ
ജോലിയിൽ സക്സസ് എന്ന രീതിയിൽ നമുക്ക് പറയാം ഡെഫിനറ്റ്ലി. ഓക്കെ, പ്രഗ്നൻസി എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു പുതിയ തുടക്കം എന്ന രീതിക്കൊക്കെയാണ് പറയുക. പുതിയ എന്തെങ്കിലും ലൈഫിൽ നിങ്ങൾക്ക് നല്ലത് വരുന്നു, നല്ലൊരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്കൊക്കെ നമുക്ക് പറയാം. സോ ഒരു പുതിയ, ഞാൻ പറഞ്ഞ പോലെ ജനറൽ ആയിട്ട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലി ഓഫറിന്റെ കാര്യവും ആവാം. അതും ഹെൽപ്പ് ചെയ്യുന്ന ചിലപ്പോൾ ആരെങ്കിലും ഫ്രണ്ട്സ് ആവാം. കാരണം ഇവിടെ സോൾമേറ്റ് കാർഡ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളുണ്ട് എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. അവരായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്, ആ ഒരു ജോലി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നവരായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് അതിലും ഒരു നല്ലൊരു ഗ്രോത്തിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരുന്നതായിട്ടാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നത്. ഇതെപ്പോ എന്നുള്ളത് നമുക്ക് ഡിവൈൻ ടൈമിൽ നോക്കാം. ബട്ട് എന്തായാലും ഞാൻ കുറച്ചുകൂടി കാർഡ്സ് എടുത്തേക്കാം. ഇതിന്റെ ചുറ്റും നമുക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങളുണ്ടോ നോക്കാം. 7 ഓഫ് സോർഡ്സ്, ഹെർമിറ്റ്, സ്റ്റാർ കാർഡ്, ഏസ് ഓഫ് സോർഡ്സ്, ഞാൻ ഹെർമിറ്റ് എന്ന് പറഞ്ഞു, അതേ ഹെർമിറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടെ 9 ഓഫ് പെന്റിക്കിൾസ്. ഓസം. ഓക്കെ, നിങ്ങൾക്ക് പാസ്റ്റിൽ ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 5 ഓഫ് കപ്സ് ആണ്, നഷ്ടങ്ങളുടെ കാര്യമാണ് ഇവിടെ നമ്മൾ കണ്ടില്ലേ. ബിൽഡ് ചെയ്ത് എല്ലാം പോയി എന്ന രീതിയിൽ. സോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ജോലി വല്ലതുമായിരിക്കാം ചിലപ്പോൾ വീണ്ടും തിരിച്ചു കിട്ടുന്നത്. ഒരേ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ആയിരിക്കാം, അങ്ങനെ പറയാം. റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് പറയാം. പാസ്റ്റിൽ ആരെങ്കിലും തിരിച്ചു വരുന്നതായിരിക്കും, അങ്ങനെയും പറയാം. ഓക്കെ, പാസ്റ്റിൽ ആരെങ്കിലും, ആക്ച്വലി ഇത് സോൾമേറ്റ് കാർഡ് നമ്മൾ പാസ്റ്റ് ലൈഫിന്റെ കണക്ഷൻ പറയും. അപ്പോൾ മേ ബി പാസ്റ്റ് ലൈഫത്തെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ ലൈക്ക് മുൻപ് നിങ്ങൾ അറിഞ്ഞിരുന്ന ഒരു വ്യക്തി, അവർ വീണ്ടും കുറേ ആയിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ആൾക്കാർ തിരിച്ചു വരുന്ന ആ രീതിക്കും എടുക്കാം. ഓക്കെ, ഇവിടെ പക്ഷെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിൽ പറയുകയാണെങ്കിൽ കിങ് ഓഫ് കപ്സ് ഉണ്ട് വീണ്ടും. കണ്ടു, ഇത് ഞാൻ പറഞ്ഞില്ല, റിലേഷൻഷിപ്പാണ് ഇവിടെ കൂടുതലും കാണിക്കുന്നത്. അത് നമുക്ക് നിവർത്തിയില്ല, കാരണം കൂടുതലും അതിനെയാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ റിലേഷൻഷിപ്പ് എടുത്ത് പറഞ്ഞത്. ഓക്കെ, നിങ്ങൾക്ക് പാസ്റ്റിൽ ചില നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില വേദനകൾ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ചീറ്റിംഗ് എനർജിയാണ്. പാസ്റ്റിൽ നിങ്ങൾക്ക് അങ്ങനെ പലതും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിപ്പോൾ ജോലി, കരിയർ, പണം, എല്ലാത്തിലും എന്തിലും പറയാം നമുക്ക്. ഓക്കെ, മേ ബി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു ആരുടെങ്കിലും വിശ്വസിച്ചിട്ട് അതിൽ നിങ്ങൾക്ക് ചീറ്റിംഗ് വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി തരാം എന്നാരെങ്കിലും പറഞ്ഞു, അവർ ചതിച്ചു. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും കമ്മിറ്റ്മെൻറ്റ് തരാം എന്ന് പറഞ്ഞാൽ അതിലും നിങ്ങൾക്ക് ഗ്രോത്ത് ഒന്നും വന്നു. അങ്ങനെ പല സിറ്റുവേഷൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും മുമ്പിൽ. ഓക്കെ, അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ് ഇവിടെ എനിക്ക് കാണുന്നത്. സോ കിങ് ഓഫ് കപ്സ് ഉണ്ട്. ആൻഡ് എനിവേ സ്റ്റാർ ആണ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത്, പ്രതീക്ഷ കൈവിടരുത്. നിങ്ങൾക്കുള്ളത് നല്ലത് യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് വരാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് അങ്ങനെയും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഒരു നല്ലത്, ഒരു ബ്ലെസ്സിങ് ആയിട്ട് എനിക്ക് എന്തെങ്കിലും വേണം എന്ന്. അതൊരു പേഴ്സണിനെ നിങ്ങൾ ആഗ്രഹിച്ച് കാണാം, ജോലി ആഗ്രഹിച്ച് കാണാം, എന്ത് തന്നെയായാലും ശരി, അത് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ്. പാസ്റ്റിലെ വിഷമങ്ങളെ നിങ്ങൾ വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, അത് കഴിഞ്ഞു, അത് കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞു. ആ ചാപ്റ്റർ അവിടെ എൻഡായി, അതിനങ്ങോട്ട് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, നിങ്ങൾക്ക് കുറേ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവാം, എപ്പോഴാണ് എനിക്കൊന്നും നല്ലത് വരിക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ബട്ട് അത് വരുന്നത് വളരെ നല്ല ഒരു ഇതാണ് വരുന്നത്. സോൾമേറ്റും കിങ് ഓഫ് കപ്സും ഒക്കെയാണ്. ക്വീനും ആവാം. ഓക്കെ, അങ്ങനെ മാറ്റിയെടുക്കൂ. അത് ഇവിടെ മജീഷ്യനും ഉണ്ടായിരുന്നു. സോ മാനിഫെസ്റ്റേഷൻ്റെ വീണ്ടും എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങളിപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ആൻഡ് ബട്ട് നിങ്ങൾ സ്ട്രോങ് ബിലീഫ് നിങ്ങൾക്ക് വേണം. ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ പാസ്റ്റിലെ പേടികൾ നിങ്ങൾ മാറ്റണം. അതായത് പാസ്റ്റിലെ നഷ്ടങ്ങളെക്കുറിച്ചുള്ള പേടി, പാസ്റ്റിലെ സംഭവങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ്, ഓക്കെ, അതൊക്കെ ഒന്ന് നിങ്ങൾ മാറ്റണം. ഓക്കെ, നിങ്ങൾ ഹോപ്പ് കൈവിടരുത് എന്നാണ്. ആൻഡ് ഇവിടെ ആക്ഷൻ എടുക്കാനും പറയുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ഇത് ആക്ഷനെക്കാട്ടിലും എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ അറിയോ, ഇതിവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് എന്തോ ബ്ലെസ്സിങ് തരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ട്രൂത്ത് വരുന്നു, ക്ലാരിറ്റി വരുന്നു എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയിട്ടൊരു പേഴ്സൺ നിങ്ങളുടെ കൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വളരെ സ്ട്രോങ് ഒരു ഇൻഫ്ലുവൻസ് യൂണിവേഴ്സിൻ്റെ, ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്തോ പുതിയത് തുടങ്ങി തരുന്ന പോലെ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ ഐ തിങ്ക് നിങ്ങൾ ഒരുപാട് അതിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വളരെയധികം നിങ്ങളുടെ ഉള്ളിൽ തന്നെ മേ ബി ചേഞ്ചസ് നിങ്ങൾ വരുത്താൻ തുടങ്ങുന്നുണ്ടാവാം. എനിക്ക് തുടങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ കാണുന്നത്. അങ്ങനെ ചെയ്താലേ ഈ ചേഞ്ചസ് കാണുകയുള്ളൂ. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, മെഡിറ്റേഷൻ, പ്രാർത്ഥന, ആക്ഷൻസ് എടുക്കും വേണം. ആക്ഷൻസ് ഇല്ലാതെ പറ്റില്ല. വെറുതെ മെഡിറ്റേറ്റ് ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് അതേപോലെ മുമ്പ് കൊണ്ടുവന്ന് തരുന്ന പറഞ്ഞാൽ നടക്കില്ല കേട്ടോ. ഓക്കെ, അങ്ങനെയല്ല, നിങ്ങൾ ആക്ഷൻസ് എടുക്കണം. എന്ന് വെച്ചാൽ നമുക്ക് എന്താണോ ബ്ലോക്കേജ് ഉള്ളത് ആ ബ്ലോക്കേജിനെ മാറ്റി, നിങ്ങൾ സൊസൈറ്റി എന്ത് പറയും, മറ്റുള്ളവരെന്ത് പറയും, അവരിങ്ങനെയാണ് ഇവരിങ്ങനെയാണ്, എനിക്ക് ഇവിടെ പോകാൻ പറ്റില്ല, അത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങൾ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് നിങ്ങൾ കിടക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. സോ മാറ്റാനുള്ള ധൈര്യം നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളെ യൂണിവേഴ്സ് സ്ട്രോങ് ആവാനാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അതിനുവേണ്ടി
കുറേ അവനവനിലേക്ക് നോക്കുക, അവനവനെ ധൈര്യപ്പെടുത്തുക. ആക്ച്വലി കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവരിക. ഈ കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്ന് നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ തുടങ്ങുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മാറ്റങ്ങൾ കാണും. ഓക്കെ. ആൻഡ് ഇവിടെ അഗെയിൻ 9 ഓഫ് പെന്റിക്കിൾസ് നിങ്ങൾക്ക് ഇൻഡിപെൻഡൻസിൻ്റെ കാര്യമാണ്, വിഷ് നടക്കുന്ന കാര്യമാണ്, എല്ലാം പറയാം. സോ അഗെയിൻ വിഷിൻ്റെ കാര്യം തന്നെയാണ്. സോ 2-3 കാർഡ്സ് വിഷിൻ. ഇവിടെ 2-3 കാർഡ് വിഷിനെ കുറിച്ചാണ് പറയുന്നത്. സ്റ്റാർ കാർഡ് ഉണ്ട്, 9 ഓഫ് പെന്റിക്കിൾസ് നമ്മളെ വിഷിനെ കുറിച്ചാണ് പറയുന്നത്. മാനിഫെസ്റ്റേഷൻ്റെ കാർഡ് മജീഷ്യനും ഉണ്ട്. സോ ഡെഫിനറ്റ്ലി ആൻഡ് ഇവിടെ ഹെയർഫൻറ്റും വന്നിട്ടുണ്ട് ഇവിടെ താഴെ. ഓക്കെ. സോ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ കുറേ പേർക്കെങ്കിലും ഓക്കെ ചിലവർക്ക് അല്ല ഇവിടെ എല്ലാം നമുക്ക് മാരേജ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റേഷൻ ഒരുപാട് വന്നിട്ടുണ്ട്. ബ്ലെസ്സിങ് ഫ്രം യൂണിവേഴ്സ് എന്ന രീതിക്ക് എടുക്കാം, നമുക്ക് അങ്ങനെയും പറയാം. ബട്ട് നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ്. ബട്ട് ഐ തിങ്ക് നിങ്ങളത് പ്രതീക്ഷിക്കില്ല. ഓക്കെ, ഞാൻ അങ്ങനെ പറയാം. കാരണം നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് വരുന്ന കാര്യമാണല്ലോ. ഓക്കെ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തന്നെ ട്രസ്റ്റ് ഇല്ല. ദാറ്റ് അത് വരും എന്നുള്ള ട്രസ്റ്റ് നിങ്ങൾക്കില്ല. ഓക്കെ, അപ്പോൾ ഐ തിങ്ക് യൂണിവേഴ്സ് നിങ്ങളെ സർപ്രൈസ് ചെയ്യും ഇത്തവണ. ഓക്കെ, നിങ്ങൾ പക്ഷെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം, ചെയ്യേണ്ടത് ചെയ്യണം. ഓക്കെ, നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തു അങ്ങനത്തെ വല്ല സിറ്റുവേഷൻ ഉണ്ട്, പാസ്റ്റിലെ നഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യണം. അതായത് ഫൊർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യണം, അങ്ങനെയാണ്. ഓക്കെ, നമ്മളത് മാപ്പ് കൊടുത്ത് വിട്ടേക്കണം എന്നാണ് പറയാം. ആൻഡ് വേറെന്താ പറയാമെന്നാ ഞാൻ ഓക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യണമെങ്കിൽ അത് ലെറ്റ് ഗോ ചെയ്യുകയും വേണം. ഓക്കെ, എന്തെങ്കിലും വിട്ട് മാറണമെങ്കിൽ അത് മാറും വേണം. അതാ പറഞ്ഞാൽ നിങ്ങൾ ആക്ഷൻസും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കാണണം. ഓക്കെ, നമുക്കതിൻ്റെ ഡിവൈൻ ടൈം കൂടി ഞാൻ ഒന്ന് എടുത്തേക്കാം. ഓക്കെ, ഞാൻ അഡ്വൈസ് ഓൾറെഡി ഞാൻ തന്നെ കുറേ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് ഒറക്കിൾ കാർഡ്സ് ഞാൻ എടുക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് നമുക്ക് ഡിവൈൻ ടൈം യൂണിവേഴ്സ് നിങ്ങൾക്ക് നമുക്ക് ഒരു ആവറേജ് ടൈം എപ്പോഴേക്കായിരിക്കും നോക്കാം. എപ്പോഴേക്കായിരിക്കും നിങ്ങളുടെ ഇത് 2 months from now. Keep going with the flow of life. Around June. Okay, great. Trust that it will happen when the time is right. Okay, so യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളോട് ട്രസ്റ്റ് വെക്കാനാണ്. ഓക്കെ, ആക്ച്വലി നിങ്ങൾ ലെറ്റ് ഗോ, നിങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഓക്കെ, അതായത് നിങ്ങൾ യൂണിവേഴ്സിൽ ഡൗട്ട് ചെയ്യരുത്, അവനവനിൽ ഡൗട്ട് ചെയ്യരുത്. ആദ്യം നിങ്ങൾ അവനവനെ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് നിങ്ങൾ അർഹിക്കുന്നുണ്ട്, ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് അർഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ അർഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് വേണ്ടി ഉള്ളത് ചെയ്യുന്നുണ്ടോ എന്നുകൂടി നോക്കണം. അതായത് നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മൾ മറ്റുള്ളവരോടുള്ള ബിഹേവിയർ എല്ലാം നമ്മൾ പ്യുവറാണ്. നമ്മൾ പറയില്ലേ, ദൈവത്തിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കവിടെ പറയാൻ പറ്റണം ദാറ്റ് ഞാൻ മാറുന്നുണ്ട്. ഓക്കെ, നമ്മളെല്ലാവരും പെർഫെക്റ്റ് ആയിട്ടല്ല ജനിക്കുന്നത്. ഓക്കെ, പല മിസ്റ്റേക്സും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ബട്ട് അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു എന്തെങ്കിലും നമ്മൾ ചോദിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുക ചെയ്യുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു മനസ്സിൽ അറിയാം ദാറ്റ് നമുക്കൊരു മടി വരില്ല. ഓക്കെ, എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കിട്ടുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ ആദ്യം പ്യുവർ ആവാം. ഓക്കെ, എന്നിട്ടല്ലേ നമുക്ക് ചോദിക്കാൻ അപ്പം ദൈവത്തിനോട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ മാറുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, എൻ്റെ തെറ്റും കുറ്റങ്ങളും കുറവുകളും എല്ലാം ഞാൻ മാറ്റാൻ തുടങ്ങുന്നുണ്ട്, എൻ്റെ കാര്യങ്ങളെ ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അപ്പോഴേ നമുക്കൊന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സ് തുറന്ന് ദൈവത്തിനോട് ചോദിക്കാൻ പറ്റൂ, നമുക്ക് എന്തെങ്കിലും അല്ലേ, പ്രാർത്ഥിക്കാൻ പറ്റൂ. അതുപോലെ നമുക്ക് എന്തെങ്കിലും ആഗ്രഹിക്കാൻ പറ്റൂ. ചോദിക്കുന്ന പോട്ടെ, നമുക്ക് ആഗ്രഹിക്കാൻ കൂടി അപ്പോഴേ നമുക്ക് പറ്റൂ. കാരണം നമുക്കറിയാൻ തരും നമ്മളത് അർഹിക്കുന്നുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ആദ്യം നിങ്ങൾ അവനവനിൽ മാറ്റാം. ഓക്കെ, ആൻഡ് 2 months from now എന്ന് കാണുന്നുണ്ട്. സോ വെരി ക്ലോസ് ബൈ, ഒരുപാട് ടൈമില്ല, 2 മാസം എന്നാണ് പറയുന്നത്. സോ ജനുവരി എൻ്റെ കണക്കിൽ ഓക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആൻഡ് ചിലവർക്ക് ജൂൺ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്കെങ്കിലും അറൗണ്ട് ജൂൺ. സോ നമുക്ക് 2 months വരുമ്പോൾ ജനുവരി എന്ന് പിടിക്കാം, ജനുവരി ടു ജൂൺ എന്ന് വെക്കാം നമുക്ക്. ഓക്കെ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് സോ. നിങ്ങൾ പക്ഷേ ഇത് ഡിപ്പെൻഡ് ചെയ്യും. ഇത് നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, നിങ്ങൾ എത്രത്തോളം നിങ്ങളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്കിത് വരുന്നത്. എനിക്കിത് വരും എന്നുള്ള കാര്യം എനിക്കറിയാം, കാരണം ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മൾ പലതും ചില കാര്യങ്ങൾ നമുക്ക് പറ്റാത്തതുണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയില്ല. അത് അതിൻ്റെ സമയം ആവാത്തതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. ഓക്കെ, അതിന് നമ്മൾ ഇനിയും എഫേർട്ട് ഇടണം എന്നുള്ള അർത്ഥങ്ങൾ വരാറുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കും. ബട്ട് നമുക്ക് ശരിക്കും ചെറിയ ചെറിയ കാര്യങ്ങൾ, ചില ചെറിയ വിഷസ്, നമ്മുടെ ചെറിയ ആഗ്രഹങ്ങൾ ഒരു നല്ല നമ്മൾ അത്രത്തോളം പ്യുവർ ഹാർട്ടോടെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നടക്കും. ഓക്കെ, അതിന് നിങ്ങൾക്ക് 2 months to June എന്ന് പറയാം, അതായത് Jan to June എന്ന് നമുക്ക് പിടിക്കാം. ബട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് അഡ്വൈസും പറയുന്നുണ്ട്, കീപ് ഗോയിങ് വിത്ത് ദ ഫ്ലോ ഓഫ് ലൈഫ്. ഓക്കെ, എന്താണോ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് അതിനെ നിങ്ങൾ ഫേസ് ചെയ്യുക, സോൾവ് ചെയ്യുക, ചെയ്ത് പോവുക, മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക, അവനവനിൽ മാറ്റങ്ങൾ വരുത്തുക, സിറ്റുവേഷനിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ,
ഒബ്സസിങ് ഓവർ ടൈമിങ് ക്രിയേറ്റ്സ് ബ്ലോക്സ്. ഓക്കെ, ടൈമിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കുകയും വേണ്ട. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഞാൻ ടൈമിങ്ങിനെ കുറിച്ച് ഞാൻ നോക്കാത്തത്. പക്ഷെ ഞാൻ പറയുന്ന കാര്യമുണ്ട്, നിങ്ങൾ അവനവനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, നമുക്ക് മറ്റുള്ളവരെ മാറ്റാൻ സാധിക്കില്ല, വേറൊരു വ്യക്തിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. നമ്മൾ എങ്ങനെയാണോ, നമ്മളുടെ ചുറ്റുപാട്, നമ്മളുടെ സാഹചര്യങ്ങളെ നമുക്ക് സ്ലോലി മാറ്റി വരാം. പെട്ടെന്നാവില്ല അല്ലേ, മെല്ലെ മെല്ലെ ആവുള്ളൂ. സോ നിങ്ങൾ ടൈമിങ്ങിനെ കുറിച്ച് വറി ചെയ്യേണ്ട, നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്ത് പോവാം. നമ്മുടെ ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ കർമ്മം ചെയ്യാം. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് ദൈവം തന്നോളും, അതങ്ങനെയാണ്. ആൻഡ് ഡിസ്ട്രാക്ട് യുവർ സെൽഫ് ഫ്രം ദ വെയിറ്റിംഗ്. അഗെയിൻ എല്ലാം പറയുന്ന വെയിറ്റിങ്ങിനെ കുറിച്ചാണ്. നിങ്ങളോട് പറയുന്നത് കാത്തിരിക്കണ്ട, കാത്തിരുന്ന് മാത്രം സമയം കളയണ്ട. ഓക്കെ, വന്നോളും എന്ന് നിങ്ങൾ ആഗ്രഹിക്കുക. മാനിഫെസ്റ്റേഷൻ്റെ ഒരു ഇതെന്താന്ന് വെച്ചാൽ മാനിഫെസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിന് പിന്നെ ഒരു സപ്പോസ് നമ്മൾ 11 ഡേയ്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ലേ, 11 ഡേയ്സ് നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെക്കുറിച്ച് അങ്ങോട്ട് മറന്നേക്കാം. ഓക്കെ, ടോട്ടലി ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, ഞാൻ എൻ്റെ വിഷ് അവിടെ പറഞ്ഞു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ, യൂണിവേഴ്സിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി ഞാനത് ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞ് വിട്ടേക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യുക, അതാണ് ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡിറ്റാച്ച്മെന്റ് കൂടി വന്നാൽ മാത്രമേ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുള്ളൂ. സോ എനിവേ, നമുക്കിവിടെ ഒരു 2 months ടു ജൂണിന് നിങ്ങളത് ആവാതിരിക്കാൻ നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ, ഹാപ്പി ആയിരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.